വിജയ് ഇക്കാര്യത്തിൽ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം എവിടെയാണുള്ളത്? ഈ പരിപാടിക്ക് ശേഷം കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങിയോ അതോ മറ്റേതെങ്കിലും സ്ഥലത്തുണ്ടോ? ഇപ്പോൾ വിജയ് എവിടെ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുമല്ലോ. അദ്ദേഹത്തിന്റെ അനുയായികൾ ഇപ്പോൾ 33 പേരാണ് പിടഞ്ഞു മരിച്ചത്. 50-ലധികം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. കുഞ്ഞുങ്ങളടക്കം 6 കുഞ്ഞുങ്ങൾ മരിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സയിലുണ്ട്. അപ്പോൾ എവിടെയാണ് വിജയ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ഇത്രയും അപകടമുണ്ടായിട്ട് അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഉള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ചെന്നൈയിലേക്കാണോ അദ്ദേഹം മടങ്ങിയത് അതോ കരൂരിൽ തന്നെ ഉണ്ടോ? വിജയകുമാർ, നിലവിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങിയിട്ടില്ല. അദ്ദേഹം നാളെ രാവിലെയോടുകൂടി ചെന്നൈയിലെത്തുമെന്നും ചില മീറ്റിങ്ങുകൾ TVKയുടെ ഈ റാലിയുടെ ഭാഗമായി തന്നെ ചില മീറ്റിങ്ങുകൾ ഉണ്ട് എന്നുമാണ് ആദ്യഘട്ടത്തിൽ വിവരം ലഭിച്ചത്. അദ്ദേഹം കരൂരിലുണ്ടോ എന്നുള്ള കാര്യവും നിലവിൽ വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങിയിട്ടില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ടും പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് നാളെ ചില യോഗങ്ങളൊക്കെ നേരത്തെ ചെന്നൈയിൽ തീരുമാനിച്ചിരുന്നു. സാധാരണഗതിയിൽ ഞായറാഴ്ചകളിൽ അദ്ദേഹം ചില പാർട്ടി പ്രവർത്തകരുടെ ഈ പനയൂരിലുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസിൽ വെച്ച് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എത്തുമെന്നാണ് നമുക്ക് പ്രാഥമികമായി ഇന്നലെ ലഭിച്ച വിവരം. പക്ഷേ അതിനപ്പുറത്തേക്ക് വിജയ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. TVKയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് യാതൊരു അറിയിപ്പുകളും വന്നിട്ടില്ല. TVKയുടെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അവരുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെയും 1 മണിക്കൂർ മുമ്പ് നിശ്ചലമാണ്. അതായത് ഇവിടെ ഇങ്ങനെ ആളുകൾ കൂടിയതിൻ്റെ ദൃശ്യങ്ങൾ അത് വലിയ പൊലിപ്പിച്ച് അത് വലിയ മേന്മയാക്കി അത് തീർച്ചയായിട്ടും അതൊരു സെല്ലിംഗ് മെറ്റീരിയൽ ആക്കി അത് തങ്ങളുടെ ഒരു പാർട്ടിയുടെ അംഗീകാരമൊക്കെ ആക്കി കാണിച്ചിരുന്ന ട്വിറ്റർ ഹാൻഡിലുകളൊക്കെ അല്പസമയം മുൻപ് അത് നിശ്ചലമായി. അതൊന്നും ഇപ്പോൾ ആരും സംസാരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഈ ഒരു ആനന്ദിൻ്റെതാണ്. ആനന്ദാണ് പ്രധാനമായിട്ടും ഈ TVKയുടെ അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹമാണ് കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ആദവ് അർജുനയാകും കാര്യങ്ങൾ വിശദീകരിക്കുക. ഈ 3 നേതാക്കളാണ് പ്രധാനമായിട്ടും TVKയുടെ കാര്യങ്ങൾ പറയുന്നത്. ബാക്കി ജില്ലാ നേതാക്കളൊന്നും ഇതുവരെയും പാർട്ടി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതായിട്ട് യാതൊരു തരത്തിലുള്ള ഇതുവരെയും അവരങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ഇവരിൽ ആരെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. അതിലാരും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. അവരെവിടെയാണ് എന്നറിയില്ല. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ TVK ആക്രമിക്കാൻ ശ്രമിച്ചത് DMK പ്രവർത്തകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് അവിടെ എത്തി വിജയ് ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിച്ചത് സെന്തിൽ ബാലാജിയാണ്. ആ സെന്തിൽ ബാലാജിയാണ് ഈ ഒരു അപകടമുണ്ടായപ്പോൾ ആശുപത്രിയിലേക്ക് ആദ്യം എത്തിയത് എന്നാണ് ഇതിൽ DMK പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്. അതിനപ്പുറത്തേക്ക് വിജയുടെ ഈ സ്ത്രീകളോടുള്ള സ്നേഹം എവിടെ പോയി എന്ന് ചോദിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ആ DMK ഹാൻഡിലുകളൊക്കെ അത്തരത്തിൽ കൂടി വിജയെ ചോദ്യം ചെയ്യാനായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. DMKയുടെ എക്സ് ഹാൻഡിലുകളൊക്കെയും വിജയ്ക്കെതിരെ വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തായാലും വിജയ്ക്കെതിരെ കേസെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇനി ഏത് തരത്തിലാകും അദ്ദേഹത്തിൻ്റെ പര്യടനത്തിനെ ബാധിക്കുക, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുക എന്നുള്ള കാര്യവും പ്രധാനമാണ്. കാരണം പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷ, സ്ത്രീകളുടെ സുരക്ഷ, ആളുകൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കൽ, അതിനു വേണ്ടിയിട്ടാണ് താൻ ശനിയാഴ്ച മാത്രം പര്യടനം നടത്തുന്നത്. ഇതൊക്കെ പറഞ്ഞു വന്ന വിജയാണ് അദ്ദേഹത്തിൻ്റെ ഒരു റാലിയിൽ ഉണ്ടായ പാകപ്പിഴവ് കൊണ്ടാണ് ഇത്തരത്തിൽ 33 ജീവനുകൾ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ആശുപത്രി കിടക്കയിലുള്ളവർ, ICUയിലുള്ളവർ, ഒരുപാട് പരിക്ക് പറ്റിയവർ, അവരൊക്കെയും പല സ്ഥലങ്ങളിലായി ചികിത്സയിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇതിന് ശേഷം വിജയുടെ പര്യടനം എങ്ങനെയാകും അവർ ക്രമീകരിക്കുക, ഏത് തരത്തിൽ വിജയ് ഇതിന് പ്രതിരോധമൊരുക്കും, എന്താകും വിജയ്ക്ക് പറയാനുള്ളത്, ഏത് തരത്തിലാകും അദ്ദേഹം ഇതിനെ അഭിസംബോധന ചെയ്യുക, ഏത് തരത്തിൽ അത് പറയും എന്നുള്ളതൊക്കെയും പ്രത്യേകിച്ചും വലിയ ചർച്ചയാകുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ. പ്രതിപക്ഷ നേതാക്കളടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷ MLA-മാരടക്കം ഒക്കെ ഇപ്പോൾ കരൂരിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ കരൂരിൽ എത്താൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. കാരണം ഏതാണ്ട് ചെന്നൈയിൽ നിന്നും 400 കിലോമീറ്ററോളം ദൂരമുണ്ട് കരൂരിലേക്ക്. അവിടേക്ക് എത്താൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സ്ഥലം അതുകൂടി മനസ്സിലാക്കി അല്ലെങ്കിൽ അത്ര സമയം കൂടി എടുത്തിട്ടാകും പ്രധാന നേതാക്കളൊക്കെയും ഇവിടെ എത്തുക. ഇനി മരിച്ചവരുടെയൊക്കെയും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആശുപത്രി സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മറ്റ് കാര്യങ്ങളൊക്കെയും നടപ്പിലാക്കേണ്ടതുണ്ട്. എന്തായാലും DMK പ്രവർത്തകരോട് ആശുപത്രിയിലെത്തി അല്ലെങ്കിൽ ഈ പരിക്കേറ്റവരുടെയൊക്കെയും ഇടയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ അവർക്ക് ആശ്വാസമേകാനൊക്കെയും പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് DMK പ്രവർത്തകർ പലയിടത്തു നിന്നും ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ആശുപത്രിയുടെ പുറത്ത് കൂടുതലും ഉള്ളവർ അത് തങ്ങളുടെ ഉറ്റവരും ഉടയവരും ഇപ്പോഴും ജീവനോടെയുണ്ടോ, അവർക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അവർക്ക് എന്ത്
തരത്തിലുള്ള പരിക്കാണുള്ളത്, അവർക്ക് ജീവനുണ്ടോ എന്നറിയാൻ എത്തിയ നിരവധി പേരാണ് ഇപ്പോൾ ആശുപത്രിയുടെ മുന്നിലുള്ളത്. അവരവിടെ തടിച്ചുകൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്കിടയിലേക്കാണ് ഇപ്പോൾ മന്ത്രിമാരടക്കം എത്താൻ പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. അതിനുശേഷം ചീഫ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. അവിടെ അദ്ദേഹം വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്താൻ കളക്ടർമാർക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.